അവരെല്ലാം ആദ്യം കേസ് കൊടുത്ത് ഞങ്ങളാണ് ആദ്യം കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ച് പറയുമ്പോൾ അവർ വന്നതിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവർ കേസ് കൊടുത്തെങ്കിൽ ഒരു FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൺഡേ ആണ് കൊടുത്തത്. നമുക്ക് അന്ന് രാത്രിയാണ് അവർ FIR ഇട്ടത്. അന്ന് രാത്രിയാണ് FIR ഇട്ടത്. അവരുടെ FIR ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും തരുന്നില്ലായിരുന്നു. നമ്മൾ കണ്ടു, കൃഷ്ണകുമാർ സാറ് വന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു, അവരെ വിട്ടു. നമ്മൾ എത്ര നേരം പിടിച്ച് നിർത്തിയിട്ടാണ് രാത്രി 9:30 9:30 എന്നിട്ടും തന്നില്ല. വീട്ടിൽ പൊക്കം മെസ്സേജ് വരുമെന്നാണ് പറഞ്ഞത് അവർ. അതെ, 1 വർഷമായിട്ട് 30-നകത്തൊക്കെ വന്നിട്ടുണ്ടാവണം. അതിനകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം. ദിയയ്ക്ക് നമ്മൾ വീക്കിലി ആയാലും ദിയ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വരും. അപ്പോൾ അവരെ കയ്യിൽ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള സാധനങ്ങൾ കൊടുത്തു വിടണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് 3-4 സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട്. ദിയയ്ക്ക് സ്വിഗ്ഗി ജീനിയിൽ അകത്ത് വെച്ച് കൊടുക്കാൻ, ജൂവലറിയുടെ കൂടെ ദിയയ്ക്ക് ആ ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ. എല്ലാ തവണയും അങ്ങനെയാണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ അല്ലാതെ വീക്കിലി. പിന്നെ ദിയ അല്ലാതെ ഓഫീസിൽ വരുമ്പോൾ ഞങ്ങൾ അടുക്കളയിലാണ് ക്യാഷ് വെക്കാൻ പറയുന്നത്. അവിടെ നിന്ന് ദിയ എടുക്കാറുമുണ്ട്. സാലറി അല്ല, ദിയ തരുന്നതല്ലാതെ നമ്മൾ എടുത്തിട്ടില്ല. ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുമായിരുന്നു ക്യാഷ്. ഒരു 5,000 10,000 അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴും ഗൂഗിൾ പേ അല്ല, എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലല്ലേ ക്യാഷ് വരുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടുവന്നാൽ മതി, അങ്ങനത്തെ ഒരു ക്യാഷാണ് പറയുന്നത്. പുള്ളിക്കാരിക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞങ്ങളുടെ ഇല്ല, അവരേലും ഉണ്ട്. നമ്മുടെ ഇപ്പോൾ എടുത്താൽ നമുക്ക് എടുക്കാൻ പറ്റും. ഉണ്ട്. നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്നുണ്ട്. അപ്പം അവർ പറയുന്ന പോലെയൊന്നും ഇല്ല. അതാ പറഞ്ഞേ, അവർ നമ്മൾ ആദ്യം നമ്മുടെ അവരാദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ്, കാരണം അവരിപ്പോൾ ഒരു സ്റ്റാറ്റസ് അന്ന് ഇട്ടിരുന്ന് കസ്റ്റമേഴ്സ് നമ്മളെ സ്റ്റാഫ് സ്കാം ചെയ്തിട്ടുണ്ട്, സ്റ്റാഫിൻ്റെ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്തത് അവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലാണല്ലോ കൂടുതലും പേയ്മെൻറ്റ് അവിടെ വന്നത്. ഇപ്പോൾ ആ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ആരായാലും നമ്മുടെ ചോദിക്കും, നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്തതിന് തെളിവ് എന്താണെന്ന്. അപ്പം ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ വന്നതിന് മാത്രമല്ലേ തെളിവുള്ളൂ. അപ്പോൾ ദിയനെ ഞങ്ങൾ പേടിച്ചു. ദിയ ഞങ്ങൾ ഓരോ ടൈമായിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു ദിയ, ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലായിട്ട്. CCTV അതെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിൽ വെക്കാനാണ് മതി. ഈ അടുക്കളയിൽ നിന്നാണ് ക്യാഷ് എടുക്കുന്നത്. 500. അതെ, കൗണ്ടറിൽ വെച്ച് വാങ്ങും, അല്ലാതെ നിന്നും മേടിക്കാറുണ്ട്. കസ്റ്റമർ കൂടുതൽ ഓൺലൈൻ ക്യാഷാണ് ചെയ്യുന്നത്. ഉണ്ടാവണം. അതെ, അതിന് ഞങ്ങൾ ഇപ്പം പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട്. കോർട്ട് അവധി ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മൺഡേ കൊടുക്കും. നമ്മൾ കൊടുക്കാതിരുന്നത് നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇപ്പം അത് ചെയ്യണ്ട, മൺഡേ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളത് വെയിറ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാഷ് അവർ മേടിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണകുമാർ സാറ് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും ഞങ്ങളുടെ നിന്ന് ക്യാഷ് വാങ്ങിയെന്ന് സമ്മതിച്ചിരുന്നു. മൺഡേ ഡേറ്റ് 2 ജൂൺ 2 ബാക്കിൽ നിന്നാണ് വന്നത്. നമ്മളെ പേര് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് സ്റ്റേഷനിൽ. അതിനുശേഷം ഞങ്ങൾ അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ 10 മണിക്കാണ് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേന്ന് 2 മണിക്ക് പോയപ്പോഴാണ്, പിന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ അവരവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും അല്ല ഞങ്ങളുടെ ചാറ്റ് പരിശോധിച്ച് അറിയാം, ദിയ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു രീതിയിൽ ഇടപഴകിയിട്ടേ ഇല്ല. എന്നാൽ നമുക്ക് അത്രയും ചാറ്റ് നമുക്ക് തെളിവാണ്. ദിയ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഇടപഴകിയിട്ടില്ല. ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റിയാണ് ദിയക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്നത് പോലെ ദിയക്ക് പ്രശ്നമാണ് അതൊക്കെ. ഓഫീസിൽ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു മണി ചോറോ വല്ലതും താഴെ വീണാൽ ഞങ്ങൾ നല്ലതുപോലെ കിടന്ന് പറയും.
അതെല്ലാം CCTV കാണുന്ന ഒരാൾ എങ്ങനെയാണ് ഈ 1 വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ CCTVയിൽ വിസിബിളി കാണാം. ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറൊക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെരുങ്ങിയിരിക്കുന്നതിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഒന്നും വാങ്ങിയില്ലെന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ? അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത് അന്ന് അവർക്ക് പരാതി വന്നത്? നമ്മൾ മാറി, ഞങ്ങൾ മുന്നിൽ ജോലി നിർത്തി. 28-ാം തീയതി 29-ാം തീയതിയാണ് ഇഷ്യൂ നടക്കുന്നത്. 29-ാം തീയതിയാണ് നിർത്തുന്നത്. ദിയയ്ക്ക് അറിയാൻ ജോലി നിർത്തിയത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ റെക്കോർഡുണ്ട്. കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണെന്ന് വെച്ചാൽ എത്ര ചെയ്താലും ദിയയ്ക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതം ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അന്ന് ഞാൻ നിർത്തുന്നെന്ന് പറഞ്ഞ് അയച്ചിരുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ 3 പേരെ ഒരുമിച്ചാണ് ജോലി നിർത്തിയത്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ചെയ്തിട്ടാണെന്ന്. അല്ല, നിങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞ ദിയയുടെ ഡെലിവറി വരെ അവിടെ നിൽക്കുന്ന ദിയ ആവശ്യപ്പെട്ട് നിങ്ങൾ നിൽക്കാന്ന് തീരുമാനിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് 29-ാം തീയതി മാറാൻ തീരുമാനിച്ചത്? ഞങ്ങൾ 7 മണി വരെയൊക്കെ അവിടെ നിർത്താൻ തുടങ്ങി. അത്രയും സമയം നമുക്ക് 11 മണി തൊട്ട് 4 മണി വരെ ഉള്ളായിരുന്നു. പിന്നെ 11 മണി തൊട്ട് 5 മണിയാക്കി. പിന്നെ 7 മണി വരെയൊക്കെ നിൽക്കാൻ തുടങ്ങി. പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതൊരു ഗോഡൗൺ പോലത്തെ സ്ഥലം. നമ്മളിപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നേക്കാൾ അധിക ജോലി നമ്മൾ അവിടെ ചെയ്യണം. നമ്മൾ അവിടെ നിന്ന് സ്റ്റോക്കുകൾ മേടിക്കാണ്ട് നമ്മൾ സിറ്റിക്കകത്ത് പോകണം, നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ പോകണം. പിന്നെ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ വെയിറ്റ് എടുക്കാൻ പറ്റുന്നതിനും അപ്പുറം ഞങ്ങളുടെ ഓഫീസ് മുകളിലാണ്. അത്രയും ഞങ്ങളത് എടുത്ത് കയറ്റാണ്. അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന ആരോഗ്യത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്തില്ല എങ്കിൽ അതിനും പരാതിയാണ്. ഞങ്ങളുടെ അടുത്ത മൂവ്മെൻറ്റ് ഞങ്ങൾ സംസാരിക്കുന്നേ ഉള്ളൂ. അതെ 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 3 പേര് ഒരുമിച്ച് നിർത്തിൻ്റെ പകപോക്കലാണെന്ന് ദിയ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുമുണ്ട്. കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ തെളിവുമുണ്ട് നമ്മുടെ കയ്യിൽ. നിങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കും, നിങ്ങളെ ഞാൻ കൊല്ലും, എൻ്റെ അച്ഛൻ ആരെന്നറിയാലോ ഇങ്ങനെ. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ദിയേനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് കേസ് പിൻവലിക്കാണ്ടി. ആ കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് തരാം. കാരണം ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 8,82,000 രൂപ തന്നില്ലേ, അപ്പം നമുക്ക് അതിൻ്റെ ഒരു റിസീപ്റ്റ് തരാമോ, നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചെന്ന്. അപ്പോൾ ദിയ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അച്ഛൻ ആരാന്ന് നിനക്ക് ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അച്ഛൻ എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട്, നിനക്ക് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്താറായില്ലേ, ആ വോയിസ് കേട്ടാൽ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നതെന്ന്. നീയൊക്കെ ചെയ്യാനുള്ളത് ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലുള്ള, എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത്. വെച്ചാൽ നീയൊക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും. നിങ്ങളെ പേടിക്കുകയാണെന്ന് ആ ഓഡിയോ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം.